ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വന്തം ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബാലനും ദേവിയും ചേർന്ന് അവർക്ക് ചെയ്തു തീർക്കാനുള്ള കടമകളെല്ലാം ഓരോന്നോരോന്നായി ചെയ്തു തീർക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും മനസ്സിനെ ഈറനണിയിച്ചുകൊണ്ട് ബാലനും ദേവിയും വിട പറയുകയാണ് എന്നുള്ളൊരു സത്യം അതിനിപ്പോൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. കാരണം അതേ രീതിയിലാണ് അവരുടെ രണ്ടുപേരുടെയും പ്രവൃത്തികൾ. എല്ലാം നമ്മുടെ കടയും കാര്യങ്ങളൊക്കെ ഹരിക്ക് കൊടുത്തു. അതുപോലെ തന്നെ ശിവന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ദേവി ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവരവരുടേതായ കടമകളെല്ലാം നിർവഹിച്ചു വെക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ നമ്മുടെ ശിവന്റെ കടയിൽ ചെന്ന് ചോറുണ്ണാനായിട്ട് നമ്മുടെ ബാലൻ ചെന്നിരുന്നു. അനിയൻ വിളമ്പി കൊടുത്ത ചോറ് വാരി കഴിച്ചു വയറ് നിറയെ നിന്നു. വയറ് നിറയെ കഴിച്ചതിന് ശേഷം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കൂട്ടുകാരൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഏട്ടൻ എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് ശിവൻ ഇങ്ങനെ വിഷമിക്കുന്നിട്ട് ശിവൻ വീണ്ടും പറഞ്ഞു ശിവൻ ജീവനോടെ ഇരിക്കുമ്പോൾ വല്യേട്ടനും വല്യേടത്തേക്കും അങ്ങനെ ഒരു ദുരന്തവും സംഭവിക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ശിവൻ ഇങ്ങനെ അവിടെ ബാലൻ്റെ അടുത്ത് നിൽക്കുകയല്ലേ. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, ശിവ നീ ആ ക്യാഷ് കൗണ്ടറിലേക്ക് ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. ഇതെന്ത് ബാലേട്ട ഇങ്ങനെ പറയണേ, ഞാൻ ഇരുന്നോളാം, വല്യേട്ടൻ എന്താ കൂട്ടുകാരനെ കണ്ടതല്ല, എന്നാൽ വല്യേട്ടൻ കയറി ഇരുന്നോളാം പറഞ്ഞു. ഏയ് ഞാനല്ല ഇരിക്കേണ്ടത്, നീയാ ഇരിക്കേണ്ടത്, നീ ആ കൗണ്ടറിലേക്കൊന്ന് ഇരുന്നേടാ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഈ വല്യേട്ടൻ്റെ ഒരു കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻ എന്നിട്ട് ആ കൗണ്ടറിലേക്ക് കയറിയിരിക്കുക. ശിവൻ അങ്ങനെ കൗണ്ടറിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴേക്കും നമ്മുടെ ബാലൻ ഇങ്ങനെ ശിവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഭയങ്കര ചിരി. ബാലൻ്റെ ഈ ചിരിയൊക്കെ കണ്ടപ്പോൾ ശിവൻ ആകെ ഒരു ഇതുപോലെ, ഇതെന്താ പറ്റിയ വല്യേട്ടാ, ഇതെന്തിനാ ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിച്ചു. സന്തോഷം കൊണ്ടാടാ, സന്തോഷം കൊണ്ട് നിന്നെ ഈ ഒരു ഇതിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി, ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. എന്നും എല്ലാം നോക്കിയും കണ്ടും ചെയ്യണമെന്നും ഉയർച്ചകൾ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ, താഴ്ചയിലേക്ക് പോകരുത്. അഞ്ജുവിൻ്റെയും അതുപോലെ നിങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും ഭാവി ഈ കടയിലാണ്, നിൻ്റെയും ഭാവി ഈ കടയിലാണ്. അതുപോലെ എല്ലാവരോടും സഹജീവികളോട് അങ്ങനെ ഉണ്ടാവണം ഇങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ബാലൻ കുറേ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുക. ഇതെന്താ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഇന്ന് ഇങ്ങനെയൊക്കെ വലിയേട്ട സംസാരിക്കുന്നത്, എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ശിവ, ഇന്ന് എനിക്ക് നിന്നോട് ഇങ്ങനെയൊക്കെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ബാലൻ പോകാനായിട്ട് ഇറങ്ങുന്നു. ബാലൻ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ശിവൻ പറഞ്ഞു ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ വണ്ടി കൊണ്ടല്ലേ വന്നത്, ഞാൻ പൊക്കോളാവെന്നും പറഞ്ഞു ബാലൻ ഇങ്ങനെ പോവുക. ഇനി എങ്ങോട്ടാ ബാലേട്ടൻ പോണേ, കടയിലേക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് രണ്ട് പേരെയും കൂടെ കാണാനുണ്ട്, കണ്ടതിന് ശേഷം പൊയ്ക്കോളാവെന്നും പറഞ്ഞു ബാലൻ ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് പോരും കേട്ടോ. അപ്പോൾ ബാലൻ അങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇക്ക അവിടേക്ക് ചെന്നിട്ട് എന്തു പറ്റി ശിവൻ സാറിൻ്റെ ചേട്ടന്, എന്താ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഇന്ന് കുറച്ച് ക്ലാസ് എടുക്കലൊക്കെ കൂടുതലായിരുന്നല്ലോ, എന്തു പറ്റിയെന്നൊക്കെ ചോദിച്ചു. അത് വല്യേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരുന്നതാണെന്ന് നേരത്തേക്കും ശിവൻ ഇക്കായോട് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണൻ ഇങ്ങനെ അവിടെ വീട്ടിലിരിക്കുക. അത് പല കാര്യങ്ങളും ആലോചിച്ച് തൻ്റെ കാര്യങ്ങൾ എന്താകും എന്തായി ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ആകെ തല പുകഞ്ഞിരിക്കുന്ന സമയത്താണ് വീട്ടിലേക്ക് ഒരു ഓട്ടോ വരുന്നത്. ഈ ഓട്ടോ വരുന്നത് കണ്ടപ്പോഴേക്കും ഓട്ടോയിൽ ആരാ വരുന്നതെന്ന് ഓർത്ത് കണ്ണൻ ഇങ്ങനെ നോക്കുമ്പോൾ ഓട്ടോയിൽ നിന്ന് നമ്മുടെ ജയന്തി വന്ന് ഇറങ്ങുന്നു. ജയന്തിയെ കണ്ടപ്പോഴേക്കും വലിയ ഇതൊന്നും ഇല്ലാതെ കണ്ണൻ ഇങ്ങനെ നിൽക്കുക. കണ്ണനെ കണ്ടപ്പോഴേക്കും ഓടിക്കയറി വന്ന് എടാ കണ്ണാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ, പിന്നെ എന്തൊക്കെയുണ്ടെടാ വിശേഷം, പണ്ടത്തെ പൊട്ടൻ ചെറുക്കനായിട്ടല്ല നീ പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതെന്നൊക്കെ ഞാൻ അറിഞ്ഞു, കുറച്ച് കാര്യഗൗരവമൊക്കെ വെച്ചിട്ടുണ്ടല്ലേ, എന്തായാലും നിൻ്റെ ഈ വരവും അതുപോലെ നിൻ്റെ ഈ സംസാരവും നിൻ്റെ ഈ ഒരു സ്വഭാവമാറ്റമൊക്കെ നല്ലത് തന്നെയാണ് കണ്ണ. ആരാണെങ്കിലും അവരവർക്ക് വേണ്ടുന്നതെല്ലാം ചോദിച്ചു വാങ്ങിക്കണം, മനസ്സറിഞ്ഞ് ആരും തരാൻ തയ്യാറാവത്തില്ലെന്നേ. ഇപ്പം തന്നെ കണ്ണൻ്റെ ആ പ്രവൃത്തി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്, നടക്കാൻ പോകുന്നത്, അതൊക്കെ നിനക്കറിയാവുന്നല്ലേ. അപ്പു ആണെങ്കിലും അഞ്ജു ആണെങ്കിലും അല്ലെങ്കിൽ ശിവനാണെങ്കിലും ഹരി ആണെങ്കിലും ഒന്നും നേർക്ക് നേരെ നിന്ന് ചോദിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ബാലേട്ടനും ദേവിക്കൊന്നും ഒന്നിനോട് ഉത്തരവാദിത്വം ഇല്ലാതായി പോയതെന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുക. ഇതൊക്കെ കേട്ട് കണ്ണൻ ഇങ്ങനെ നിൽക്കും, ഒന്നും മിണ്ടുന്നില്ല. അല്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താണ് ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ ജയന്തേടത്തി പറയുന്നതിനൊന്നും മറുപടി തരാൻ നിൽക്കുന്ന ആളല്ല ഞാൻ, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞു കണ്ണൻ. വലിയ പണിക്കാരൻ എന്നും പറഞ്ഞുകൊണ്ട് ജയന്തി അകത്തേക്ക് കയറിപ്പോയി. ഇത്രയായിട്ടും ജയന്തേച്ചിയുടെ സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലേ എന്ന് ചോദിച്ചു കണ്ണൻ കണ്ണൻ്റെ മുറിയിലേക്കും കയറിപ്പോയി. അങ്ങനെ നമ്മുടെ ജയന്തി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ദേവി അവിടെ എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടാക്കി ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവിയെ എന്തിനാ നീ എന്നോട് വരാൻ പറഞ്ഞേ എന്നും ചോദിച്ചുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ദേവി പറഞ്ഞു ജയന്തേച്ചി വന്നോ ഇരിക്കുക എന്നും പറഞ്ഞ് വലിയ കാര്യമായിട്ടൊക്കെ വിളിച്ചിരുത്തിയപ്പോഴേക്കും അഞ്ജു അങ്ങോട്ടേക്ക് വന്നു. അഞ്ജു അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജു എടി എന്നോണ്ട് വിശേഷം എടി എന്നൊക്കെ ചോദിച്ചു അഞ്ജുവിനോടും വർത്തമാനം. അല്ല ജയന്തേച്ചി എന്തിനാ വന്നതെന്ന് അഞ്ജു അന്നേരം ചോദിച്ചു. ഞാനേ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല, ദേവി എന്നോട് വരാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ദേവേച്ചി പറഞ്ഞു
അതെ അഞ്ജു, ഞാൻ പറഞ്ഞിട്ട് അവൾ വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജയന്തി അടുത്ത് വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കേക്കടി കേക്ക് എന്നും പറഞ്ഞു ജയന്തി. ഈ സമയത്ത് ഇതൊക്കെ എന്താ ദേവി എന്ന് ചോദിച്ചപ്പോൾ മേശപ്പുറത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ മൂടി 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 വെച്ചിട്ടുണ്ട്. ജയന്തിയെ കണ്ടപ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം മൂടിയെടുത്ത് മാറ്റി ദേവി അങ്ങോട്ടേക്ക് വെച്ചു. ഇതൊക്കെ കണ്ട് ഇങ്ങനെ അന്താളിച്ചിങ്ങനെ ഇരിക്കുമോ ജയന്തി. ഇതെന്താ ദേവി, ഇതൊക്കെ എന്തിനാ എവിടെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ജയന്തി ചേച്ചിക്ക് ഉള്ളതാണെന്ന് പറഞ്ഞു. എനിക്കുള്ളതോ? ഈ സാധനങ്ങൾ മുഴുവൻ എനിക്കോ? സത്യമാണോ ദേവി? അതൊന്നും എന്നെ പറ്റിക്കാൻ പറയുന്നൊന്നും അല്ലല്ലോ. ഇത് മുഴുവൻ എനിക്കുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്നേ, ഞാൻ എന്തിനാ ജയന്തേച്ചിയോട് കള്ളം പറയുന്നത്, ഇത് മുഴുവൻ ജയന്തേച്ചിക്കുള്ളതാണെന്ന് പറയും. ഇത് മാത്രമല്ല വലിയൊരു സർപ്രൈസും കൂടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവി അവിടുന്ന് പോയി. ദേവിക്ക് എന്താടി അഞ്ജു പറ്റിയത്? ഇതെന്താടി ഇത്? ഞാൻ കാണുന്ന സ്വപ്നം വല്ലതുമാണോടി? അത് സത്യം തന്നെയാണോടി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേവി ഒരു കവറുമായിട്ട് ഈ ജയന്തിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ജയന്തിക്ക് അരികിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ദേവി എന്ന് ചോദിച്ചു. ഇത് മുഴുവൻ ജയന്തേച്ചിക്കുള്ളതാ. എനിക്കോ? ഇതിലേക്ക് എന്താ? ഇതൊക്കെ സാരികളാ മേടിച്ചതിൽ പിന്നെ ഒരു പ്രാവശ്യം പോലും ഞാനിതൊന്നും ഉടുത്തിട്ടില്ല. ഇതൊക്കെ ജയന്തേച്ചിക്ക് ഞാൻ സമ്മാനമായിട്ട് തരുവാണെന്നും പറഞ്ഞുകൊണ്ട് വെങ്ങ് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ആർത്തി കൊണ്ട് ജയന്തി ഇതെല്ലാം എടുത്ത് നോക്കുക. നേരത്തേനും നല്ല അടിപൊളി കുറേ സാരികൾ. ഇത് കണ്ടപ്പോഴേക്കും സത്യമാണോ? ഞാൻ ഈ കാണുന്ന സ്വപ്നമാണോ? എനിക്കറിയത്തില്ല. ഇത് എന്ത് അടിപൊളി സാരിയാ ദേവി, ഇതുപോലെ സൂപ്പർ സാരിയാണല്ലോ. ഇതൊക്കെ എവിടുന്നാ ദേവി? നീ ഇതൊക്കെ എന്തിനാ ദേവി ഉടുക്കാതെ എടുത്ത് വെച്ചിരുന്നതെന്നൊക്കെ ചോദിച്ചു 100 ചോദ്യങ്ങൾ. ഞാൻ ഉടുക്കാതെ വെച്ചിരുന്നത് കൊണ്ട് ഇപ്പോൾ ജയന്തേച്ചിക്ക് എനിക്കിത് തരാൻ പറ്റിയില്ലേ. ഇതൊക്കെ ജയന്തേച്ചിക്കാ, ഇതൊക്കെ കൊണ്ടുപോക്കോ, ഇതൊക്കെ കൊണ്ടുപോയി ജയന്തിച്ച് കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പറയുന്നു. എന്നാലും എൻ്റെ ദേവി, നിനക്കിങ്ങനെ ഒരു മനസ്സുണ്ടായല്ലോ. വേറെ ആരും ഓർത്തില്ലെങ്കിലും നീ എന്നെ ഓർത്തല്ലോ. എത്രയൊക്കെ വഴക്ക് കൂടിയാലും എനിക്കറിയാം നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന്. നിൻ്റെ ഉള്ളു നിറച്ച് എന്നോട് സ്നേഹമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ നീ ഇപ്പം ഇതൊക്കെ എനിക്ക് തന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് തരേണ്ട കാര്യം നിനക്കുണ്ടോ എന്നൊക്കെ ചോദിച്ച് വലിയ ഡയലോഗ് അതങ്ങനെ. ഇതൊന്നുമേ കണ്ടങ്ങോട്ട് സ്നേഹമാണെന്നൊന്നും തെറ്റിദ്ധരിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ അഞ്ജു. അതും കഴിഞ്ഞ് ദേവി അകത്തേക്ക് കയറിപ്പോയി. പേടി അഞ്ജു, ദേവിക്ക് വല്ല കുഴപ്പമുണ്ടോ ഓടിയെന്ന് ജയന്തി അഞ്ജുവിനോട് ചോദിക്കാം. ഇപ്പം നിങ്ങൾക്ക് കൈ നിറയെ വാരിക്കോരി തന്നിട്ട് ആ തന്നവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ലേ ജയന്തേച്ചി എന്ന് ചോദിച്ചാൽ അഞ്ജു ഇങ്ങനെ നിൽക്കുക. അങ്ങനെ കിട്ടാനുള്ളത് മുഴുവൻ ഊറ്റിപ്പറക്കി മേടിച്ച് കൊടുക്കാനുള്ളത് മുഴുവൻ ദേവി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ജയന്തി അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ശിവൻ കടയടച്ചിട്ട് വന്നു. അപ്പോൾ ബാലൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ബാലൻ ഇതുവരെ വന്നില്ലെന്നുള്ള കാര്യം ദേവി പറയുക. അപ്പോൾ വീട്ടിലേക്കാണെന്നും പറഞ്ഞാണല്ലോ കടയിൽ നിന്ന് വന്നെന്ന് ശിവൻ ഇങ്ങനെ പറയുമ്പം ബാലേട്ടൻ കടയിൽ വന്നായിരുന്നു എന്ന് ചോദിച്ചു. കടയിൽ വന്നു, എൻ്റെ കയ്യിൽ നിന്ന് ചോറൊക്കെ മേടിച്ചുകൊണ്ടിട്ടാണ് പോകുന്നത്. ആ കാര്യങ്ങളൊക്കെ ശിവൻ ഇങ്ങനെ പറയാം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇവരിയ്ക്കുന്നപ്പോഴേക്കും കണ്ണൻ അങ്ങോട്ടേക്ക് കഴിക്കാൻ വന്നു. കണ്ണൻ വന്നിരുന്ന് കഴിഞ്ഞപ്പം കണ്ണനോട് ദേവി പറഞ്ഞു, കണ്ണാ ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഒത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരുടെയും അരികിൽ നിന്ന് ഭക്ഷണം വലിച്ചെറിഞ്ഞിട്ട് നീ എഴുന്നേറ്റ് പോകരുതെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് കൊടുക്കും. അപ്പോൾ ദേവി ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജുവിനും ശിവനും ആകെ ഒരു ഡൗട്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ ഇവർ ചോദിക്കുകയും ചെയ്തു, ദേവേച്ചിക്ക് എന്താ പറ്റിയേ? ദേവേച്ചി എന്താ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ പോകുന്നതിന് മുൻപ് ചെയ്യേണ്ട കടമകളെല്ലാം പറഞ്ഞ് എല്ലാവരെയും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ച് ഓരോ ദൗത്യങ്ങൾ ഓരോരുത്തർക്ക് നൽകിയിട്ടാണ് നമ്മുടെ ദേവിയും ബാലനും പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിങ്ങനെ ഓരോരുത്തരായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.